കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങിയ പ്രതിഷേധമാണ്. പല സിറ്റികളിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ പ്രതിഷേധം ഇന്ന് ഞായറാഴ്ച ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ 1,60,000 പേര് പങ്കെടുത്തു എന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സംഘാടകർ അത് 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ വന്നിരുന്നു എന്ന് പറയുന്നു. നമ്മുടെ ചാനലിൽ ലൈവായിട്ട് ഇത് പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ലൈവായിട്ട് വന്നിരുന്നു. അവിടുത്തെ ചില ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ കാരണം ഒരുപാട് നേരം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം വർഷങ്ങളായിട്ട് നമുക്ക് ജർമ്മനിയുടെ ഒരു പാരമ്പര്യം അനുസരിച്ച്, ഒരു ചരിത്രം അനുസരിച്ച് അവര് ചെറിയ പാർട്ടികളെയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന പാർട്ടികളെയൊക്കെ പുറത്തു നിർത്താൻ വേണ്ടി അവരത്തരം പാർട്ടികളുമായിട്ട് ഒരു തരത്തിലും അവർ യോജിക്കുകയില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തിരുന്നു. അത് സെൻട്രിസ്റ്റ് പാർട്ടികളായാൽ പോലും, ഇപ്പൊ CDU-നെ പോലെ ഒരു വലത് പാർട്ടി ആയാൽ പോലും അവരെപ്പോഴും ഒരു ഫയർവാൾ എന്ന് പറയുന്ന രീതിയിൽ ഇത്തരം ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന, തീവ്ര വലതുപക്ഷ സ്വഭാവം കാണിക്കുന്ന പാർട്ടികളെ മാറ്റി നിർത്തിയിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ജർമ്മനിയുടെ വളരെ പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരു ചരിത്രം ഉള്ളതുകൊണ്ടാണ്. ഹിറ്റ്ലറെ പോലെയും അതുപോലെ തന്നെ നാസി കൂട്ടക്കൊലയും ഹോളോകോസ്റ്റിന്റെ ഒക്കെ ചരിത്രം അവരൊരിക്കലും ഇത് മറക്കരുത്, നമ്മൾ ഒരിക്കലും ഇത് മറക്കരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ റെഫ്യൂജി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ജർമ്മനിയുടെ ബോർഡറുകൾ അടയ്ക്കണം, അതുപോലെ തന്നെ ചില അസൈലം സീക്കേഴ്സിനെയും ചില റെഫ്യൂജീസിനെയും നമ്മൾ ബോർഡറിൽ തന്നെ തടഞ്ഞിട്ട് അവർക്ക് ജർമ്മനിയിൽ കയറാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതും, അതുപോലെ തന്നെ ഫാമിലി റീയൂണിഫിക്കേഷൻ. ഇവിടെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ ഭരണഘടനയുടെ 16A ബേസിക് ലോ പ്രകാരം ഭരണഘടനാപരമായ അവകാശമാണ് ആരെങ്കിലും ജർമ്മനിയിൽ പൊളിറ്റിക്കൽ അസൈലത്തിന് വേണ്ടി വന്നാൽ അവർക്കത് കൊടുക്കണം എന്നുള്ളത്. അതങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ചരിത്രപരമാണ്. കാരണം 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മനിയിൽ നിന്നും ഓടിപ്പോയ ജർമ്മൻകാരായിട്ടുള്ള ആളുകൾ എല്ലാം വിട്ടെറിഞ്ഞ് റെഫ്യൂജികളായിട്ട് പല രാജ്യങ്ങളിൽ പോയി അവർ അവിടെ കയറാൻ വേണ്ടി ഇരുന്നപ്പോൾ പല രാജ്യങ്ങളും അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ആ അനുഭവത്തിൻ്റെ പാഠത്തിൽ നിന്നാണ് അവർ ജർമ്മൻ ഭരണഘടനയിൽ ഇങ്ങനെയൊരു ക്ലോസ് എഴുതി ചേർത്തിരിക്കുന്നത്. ബേസിക് ലോ എല്ലാവർക്കും ബാധകമാണ്, ഇവിടുത്തെ സിറ്റിസൺ ആകണം എന്നില്ല. അപ്പം അതാണ് ഇത് ഭരണഘടനാ വിരുദ്ധമായി മാറുന്നത്. ഇങ്ങനെ പൊളിറ്റിക്കൽ അസൈലം കൊടുക്കുക എന്നുള്ളതിന് എതിരെ നിൽക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായി പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുധനാഴ്ച റെസൊല്യൂഷൻ ആണ് പാസ്സായത്. അത് നിയമപരമായി നിലനിൽക്കില്ല. വെള്ളിയാഴ്ച വോട്ടിനിട്ട് പരാജയപ്പെട്ട അത് ആ ഒരു ഇപ്പോൾ കൊണ്ടുവന്ന ആ ഒരു ബില്ല് എന്ന് പറയുന്നത് ശരിക്കും ഭരണഘടനാപരമായി നിലനിൽക്കില്ല. 18 വയസ്സിൽ കുറഞ്ഞ പ്രായത്തിൽ ഇവിടെ എത്തിച്ചേർന്ന റെഫ്യൂജി ആയിട്ട് വന്നവരും അല്ലാതെ തന്നെ പിന്നീട് ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആ നിയമമാണ് ഫാമിലി റീയൂണിഫിക്കേഷനും. അതിനും മാറ്റം വരുത്തണം എന്ന് പറഞ്ഞ് CDU-ന്റെ അടുത്ത ചാൻസലർ ആവാൻ സാധ്യതയുള്ള മെർസ് കൊണ്ടുവന്ന ബില്ലാണ്. പക്ഷെ മെർസ് ബില്ല് കൊണ്ടുവന്നപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാര്യം പറഞ്ഞു. അത് ഒരുപാട് പ്രതിഷേധങ്ങൾക്കും ഒരുപാട് വിവാദങ്ങൾക്കും വഴിവെച്ചു. അയാൾ പറഞ്ഞത് AFDയുടെ വോട്ട് കിട്ടിയാൽ പോലും ഞാനത് വേണ്ട എന്ന് പറയില്ലെന്ന്. AFDനെ അയാൾ വിമർശിച്ചാൽ പോലും AFDനെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായത്തിനെതിരായിട്ടാണ് ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഫ്രൈഡേ, ഈ വെള്ളിയാഴ്ചയും ബില്ല് വന്നു. ബില്ല് ഏതായാലും പാസ്സായില്ല. ബില്ല് പരാജയപ്പെട്ടു. ചെറിയൊരു മാർജിനിൽ ബില്ല് പരാജയപ്പെട്ടു. പക്ഷെ ഇത് ഇപ്പൊ ജർമ്മൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആലീസ് വീഡിലും മെർസും തമ്മിൽ കിസ് ചെയ്യുന്ന ഫോട്ടോ അടക്കമാണ് പ്രതിഷേധക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പലതരത്തിലുള്ള ബാനറുകളും എല്ലാം. ഇപ്പോൾ ഇവിടുത്തെ പ്രതിഷേധമൊക്കെ അങ്ങനെയാണ്. അവരെല്ലാം വീട്ടിൽ നിന്ന് പലതരത്തിലുള്ള രസകരമായ ബാനറുകൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരും. ചിലർ LED ബൾബൊക്കെ വെച്ച് ഒക്കെ പ്രകാശിപ്പിച്ചു, ചിലർ പതാകകൾ ഇട്ടും പലതരത്തിലുള്ള ആളുകൾ മുഴുവനും
ഒരു ജർമ്മനിയുടെ ഒരു ചരിത്രം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ എന്തെങ്കിലും ഒരു ചരിത്രപരമായ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പം കാസ്റ്റ് ആണെങ്കിലും ഇപ്പം ജാതീയത 10,000-5000 വർഷം പഴക്കമുള്ള നമ്മുടെ നാട്ടിലെ ജാതീയതയുണ്ട്. ഇപ്പൊ ജാതീയത കാരണം നമുക്കാർക്കും ഇപ്പം ബ്രാഹ്മണന്മാർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്കൊന്നും ഗിൽറ്റില്ല. അപ്പൊ അതല്ല ജർമ്മനിയുടെ ഒരു കാര്യം. ജർമ്മനി ഞങ്ങള് ഇത് ചെയ്തല്ലോ, ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഇത് ചെയ്തല്ലോ, ഇത്രയും 6 മില്യൺ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തല്ലോ എന്ന ഒരു കാര്യം അവരുടെ ഒരു മെമ്മറി കൾച്ചറിന്റെ ഭാഗമായിട്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ബെർലിനിലൊക്കെ വരുമ്പോൾ എല്ലായിടത്തും പോയി നമ്മൾ കാണുന്നത് ഈ ചെയ്ത കാര്യങ്ങൾ, ഈ ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ അവർ കാണിക്കുന്നത് അവരുടെ പുതിയ തലമുറയും അത് കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട്, അതിനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന ഒരു മെമ്മറി കൾച്ചർ എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്ര ബോധ്യമുള്ള ഒരു തലമുറയാവുന്നതിൻ്റെ ഒരു കാര്യമാണത്. അങ്ങനെ ഒരു വളരെ പോസിറ്റീവായുള്ള ഒരു കാര്യമാണ്, നമുക്കൊന്നും ഇല്ലാത്ത. എനിവേ, കാര്യത്തിലോട്ട് തിരിച്ചു വരാം. ഈ ബില്ല് പാസ്സായതിനു ശേഷം 99 വയസ്സുള്ള ഒരു ഹോളോകോസ്റ്റ് സർവൈവർ ഉണ്ട്, ആൽബ്രച്ച് വൈൻബർഗ് എന്ന് പറയുന്ന ആളാണ്. ആളുടെ മാതാപിതാക്കളൊക്കെ നാസികൾ കൂട്ടക്കൊല ചെയ്തതാണ്. ആളും അയാളുടെ സഹോദരിയും മറ്റു രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഓഷ്വിറ്റ്സിൽ നിന്ന്. ചരിത്രപ്രസിദ്ധമായ ഓഷ്വിറ്റ്സിൽ നിന്ന്, കിരാതമായ ഓഷ്വിറ്റ്സിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ ആള് ഈ ജർമ്മനിയുടെ ഏറ്റവും വലിയ, നമ്മുടെ നാട്ടിലെ ഭാരതരത്ന എന്നൊക്കെ പറയുന്ന പോലെ ജർമ്മനിയിലെ ഏറ്റവും വലിയ ബഹുമതി കിട്ടിയതാണ് അയാള്. ആ ബഹുമതി അയാൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മിഷേൽ ഫ്രീഡ്മാൻ എന്ന് പറയുന്ന CDUമായി സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു ജൂയിഷ് പ്രാസംഗികനും വലിയ പബ്ലിസിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരാളുണ്ട്. അയാള് CDUവിന്റെ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മൊത്തം രാഷ്ട്രീയം, ജർമ്മൻ രാഷ്ട്രീയം വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഇതൊക്കെ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മളെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം മൈഗ്രേഷൻ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റെഫ്യൂജി ക്രൈസിസും മൈഗ്രന്റ് എന്ന ഒരു വ്യത്യാസം ഈ മെർസ് പോലും, അടുത്ത ചാൻസലർ ആവാൻ വരുന്ന മെർസിന് പോലും വിഭജിച്ച് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ട് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ആ തരത്തിൽ അത് മാത്രമല്ല, നമുക്ക് ഈ സിറ്റിസൺഷിപ്പ്, ഇവിടെ പൗരത്വം കിട്ടുന്നത് 5 വർഷം കൊണ്ട് പൗരത്വം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ വീഡിയോ യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ടാക്കി വിട്ടിട്ടില്ലേ. അപ്പം അതൊക്കെ എടുത്ത് കളയും ഈ CDU എന്നാൽ അവരുടെ പ്രകടന പത്രികയിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്തെ രാഷ്ട്രീയം നമ്മളെപ്പോലുള്ള മനുഷ്യരെ ബാധിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ഏതോ ജർമ്മൻകാരിലൂടെ തെരുവിൽ പോയി എന്ന രീതിയിലല്ല ഇതിനൊന്നും നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇതിനെയൊക്കെ സൂക്ഷ്മമായിട്ട് നിൽക്കണം. കാരണം മാത്രമല്ല, യൂറോപ്പ് മുഴുവനും ഒരു തീവ്ര വലത് ദേശീയതയിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ വന്ന 1,60,000 പേരും അല്ലെങ്കിൽ ആ പേരുടെയും പ്രവർത്തനം വോട്ടായി മാറുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം. മാത്രമല്ല, ഇത്രയും കൂടുതൽ അതിക്രമങ്ങളും അക്രമങ്ങളും ഇങ്ങനെ റെഫ്യൂജി ആയിട്ട് വന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട്, മാത്രമല്ല വളരെ അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കുന്നത് കൊണ്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ മറിയും എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പഴുതുകളുണ്ട്. നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് ഈ രാഷ്ട്രീയം മറിയുന്നതെന്നുള്ളത്.